അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബിഗ് ബോസ് സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ തവണ ബിഗ് ബോസ് ഫെബ്രുവരിയിലാണ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ കാണിച്ചത്. പ്രൊമോ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് മുതൽ ഇങ്ങോട്ട് കോമണേഴ്സായിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാം. കഴിഞ്ഞ തവണ ഗോപിക പങ്കെടുത്തതിൻ്റെ കൂട്ട് തന്നെ അങ്ങനെയുള്ള കോമണേഴ്സിൻ്റെ പ്രൊമോയും കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ 6ൻ്റെ ലോഗോയും അവർ കാണിച്ചിരുന്നു, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് ഈ കോമണേഴ്സിൻ്റെ ഒരു പ്രൊമോയും കാണിച്ചിരുന്നു. ഈ 2 പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി തന്നെ സീസൺ 6 തുടങ്ങുമെന്ന് ഏതാണ്ട് നമുക്കൊരു 99% ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള കുറച്ച് ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കത്തില്ല. ആ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് ഒരു 1 വീക്ക് മുമ്പ് മാത്രമേ ആരൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു എന്നൊരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആളുകളെ ബിഗ് ബോസ് വിളിച്ചതും അവർ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതും അതുപോലെ ഓഡിഷൻ നടത്തിയിട്ട് ചില ആളുകൾ ഓഡിഷൻ നടത്തിയിട്ട് അവർ സെലക്ട് ചെയ്യും. പക്ഷേ അവർ പറയില്ല ബിഗ് ബോസ് സെലക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഒരു 1 വീക്കിന് മുമ്പേ പറയുള്ളൂ. എവിടെയാണ് ഇത് നടക്കുന്നത് അവിടെ അവർ ചെല്ലാനും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പിന്നെ ബിഗ് ബോസ് അല്ല, ഈ പങ്കെടുക്കുന്ന ആൾ അവരുടെ സ്വന്തം ഇത് പ്രകാരം മാറും. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ബിഗ് ബോസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ ഞാനിതിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ആളായാലും ബിഗ് ബോസ് ഒരു കണ്ടീഷൻ പറയും, നിങ്ങൾ ഇത് പുറത്ത് പറയരുതെന്ന്. പക്ഷേ ചില ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി ഇത് പങ്കുവയ്ക്കാറുണ്ട്, ചെറിയൊരു ക്ലൂ ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ബിഗ് ബോസ് എപ്പോഴും എടുക്കുന്നത്, അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് പുറത്തുനിന്ന് കോമണേഴ്സ് എന്ന് പറഞ്ഞ ഒരാളെ എടുക്കാൻ തുടങ്ങിയത്. ഈ തവണയും ഉണ്ട്. അതുപോലെ ബിഗ് ബോസ് എടുക്കുന്നത് സിനിമ, അങ്ങനെ ആക്ടേഴ്സ് അങ്ങനെ 2 പേരെ എടുക്കും. അതുപോലെ തന്നെ പിന്നെ ക്വാളിഫിക്കേഷൻ കൂടിയ ആളുകളെ എടുക്കും, കുറഞ്ഞ ആളുകളെ എടുക്കും. അതുപോലെ പ്രായം കുറഞ്ഞ ആളുകൾ, സീനിയർ സിറ്റിസൺ, അതുപോലെ തന്നെ കലാകായിക രംഗത്തു നിന്നും, അതുപോലെ വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിവുള്ള ആൾക്കാരെ, മെൻ്റലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കഴിവുള്ള ആൾക്കാരെ എടുക്കും, മജീഷ്യൻ പോലുള്ള ആൾക്കാരെ. അങ്ങനെയാണ് ബിഗ് ബോസ് ഇതിലേക്ക് കാറ്റഗറി വൈസ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്റ്റഡ് ആയി കുറച്ച് ആളുകളുടെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് കോൾ പോയി ഇങ്ങനെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച ആളുകളുടെ കുറച്ച് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ ഇതിൽ കറക്റ്റായിട്ട് പങ്കെടുക്കുമോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. കാരണം ഇവർ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പ് മാത്രമേ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും ചില ആളുകൾ ഇതിൽ നിന്ന് പോകാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ലിസ്റ്റാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. ഒരു 50%, ഇതിലൊരു 60% കൺഫർമേഷനായുള്ള ആളുകളുടെ ലിസ്റ്റാണ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. അതിൽ ആദ്യത്തെ പേരാണ് സായി കൃഷ്ണ. സീക്രട്ട് ഏജൻറ് എന്ന വിളിപ്പേരുള്ള സായി കൃഷ്ണ. ഇദ്ദേഹം എന്തു കാര്യമുണ്ടെങ്കിലും വെട്ടി തുറന്ന് മറുപടി പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിലെല്ലാം നമ്മളിത് കണ്ടിട്ടുമുണ്ട്. സീക്രട്ട് ഏജൻറ്റിന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും കോൾ പോയിട്ടുണ്ട്. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ സീസണിലൊക്കെയും സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ ഈ തവണ ബിഗ് ബോസിലേക്ക് അദ്ദേഹം പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ പേര് സീക്രട്ട് ഏജൻറ്റായ സായി കൃഷ്ണ. അടുത്തത് ഷാലു പേയാട്. ഷാലു പേയാടിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും കഴിഞ്ഞ തവണ സീസൺ 4 റോബിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം റോബിൻ്റെ കൂടെ നിൽക്കുകയും പിന്നീട് അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ എല്ലാവരും അറിഞ്ഞതാണ്. റോബിൻ ഒരു തരംഗമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഷാലു പേയാടിനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല. ഷാലു പേയാടിന് ഈ തവണ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നൊരു കോള് പോയിട്ടുണ്ട്. ഷാലു പേയാട് അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നതിന് 1 ആഴ്ച മുമ്പ് മാത്രമേ ഞാൻ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഷാലു പേയാട് ഈ തവണ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഷാലു പേയാടുണ്ട്. ഷാലു പേയാടിന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കോള് പോയിട്ടുമുണ്ട്. അടുത്തത് ജാസ്മിൻ ജാഫറാണ്. ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കോള് പോയിട്ടുണ്ട്. ജാസ്മിൻ ജാഫറിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടിട്ടുള്ളവർക്ക് ജാസ്മിൻ ജാഫറിനെ അറിയാം. അതുപോലെ തന്നെ യൂട്യൂബേഴ്സിലും ഫോളോവേഴ്സ് കൂടുതലുള്ള ആളാണ്. അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പം ജാസ്മിൻ ജാഫറിനും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കോള് പോയിട്ടുണ്ട്.
ഒരു 65% നമുക്ക് കൺഫർമേഷനോടെ ലിസ്റ്റിലുള്ളതാണ് ജാസ്മിൻ ജാഫർ. അടുത്തത് യൂട്യൂബർ തൊപ്പിയാണ്. യൂട്യൂബർ തൊപ്പിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പോൾ യൂട്യൂബർ തൊപ്പിക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കോൾ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ യൂട്യൂബർ തൊപ്പി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിന് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞാണോന്ന് അറിയില്ല, അത് കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുമോ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. യൂട്യൂബർ തൊപ്പിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കോൾ പോയിട്ടുണ്ട്. അടുത്ത പേരാണ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കൽ. ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ പേര് നോക്കിയാൽ കഴിഞ്ഞ സീസൺ 3 മുതൽ ഇങ്ങോട്ട് 3, 4, 5 വരെയുള്ള പേരിൽ പ്രൊഡക്ഷൻ ലിസ്റ്റിലും 95% കൺഫർമേഷൻ ലിസ്റ്റിലും ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ശ്രീലക്ഷ്മി അറയ്ക്കൽ വരാനായിട്ടുള്ള ചാൻസ് ഒരു 99% ഉണ്ട്. അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപക്ഷെ ഓഡീഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ പ്രൊസീജിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ സ്വയം പിന്മാറിയതാവാം. എന്തായാലും ഈ തവണ ഒരു 99% ശ്രീലക്ഷ്മി അറയ്ക്കൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് അച്ചു സുഗന്ധ്. സ്വാതന്ത്ര്യം എന്ന സീരിയൽ കാണുന്നവർക്കറിയാം, ഏഷ്യാനെറ്റിലെ സീരിയലത്തിൽ കണ്ണൻ എന്ന കഥാപാത്രം ചെയ്യുന്ന അച്ചു സുഗന്ധ്. അദ്ദേഹം ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പം തന്നെ അദ്ദേഹം ചെന്നൈ പോയിട്ട് വീട്ടിൽ വന്ന് ചില പ്രശ്നത്തിലൊക്കെയാണ്. അദ്ദേഹം തിരിച്ച് ചെന്നൈ പോകുന്നതായിട്ട് കാണിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഒരു ബിഗ് ബോസ് കാലയളവിൽ അവിടെ നിൽക്കുകയും തിരിച്ച് വീണ്ടും ബിഗ് ബോസ് തീരുമ്പോൾ സീരിയലിലേക്ക് തിരികെ വരാനുള്ള ചാൻസുമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നൊരു കോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അടുത്ത പേര് ജിത്തു വേണുഗോപാൽ. ഏഷ്യാനെറ്റിലെ തന്നെ മൗനരാഗം എന്ന സീരിയലിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജിത്തു വേണുഗോപാൽ. ജിത്തു വേണുഗോപാലിനും ഇതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കോള് പോയിട്ടുണ്ട് ബിഗ് ബോസിലേക്ക്. അദ്ദേഹം അത് സ്വീകരിക്കുമല്ലോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഏകദേശം ഒരു 60% അദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ വിളിച്ചെന്ന് ഇദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും പേരുകളാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് കിട്ടിയത്. ഇത്രയും ആൾക്കാർ നമുക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കോൾ പോയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓഡീഷനും കഴിഞ്ഞ ആളുകളുണ്ട്. ഇത് എത്രത്തോളം ആളുകൾ കറക്റ്റായിട്ടുള്ള പങ്കെടുക്കാൻ വരുമെന്നുള്ള കാര്യം നമുക്കറിയണം. കുറച്ച് ദിവസം കൊണ്ട് കഴിയും നമുക്ക് ഏകദേശം ഒരു 99% നമുക്കറിയാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ അറിയാൻ സാധിച്ചാലും കുറച്ച് ആൾക്കാർ ഇതിൽ നിന്നും പിന്മാറാനും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോസസ്സിങ് ആവാതെ വന്നിട്ട് അത് മാറാനുള്ള ചാൻസും ഉണ്ട്. പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.